കോട്ടയം കുമരകത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF BJP സഖ്യം. UDF സ്വതന്ത്രൻ AP ഗോപിയെ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസ് അംഗം നിർദ്ദേശിച്ച പേര് BJP അംഗം പിന്തുണച്ചതോടെയാണ് ഗോപിക്ക് പ്രസിഡന്റാകുവാൻ കളമൊരുങ്ങിയത്. LDF 8, കോൺഗ്രസ് 4, UDF സ്വതന്ത്രൻ 1, BJP 3 എന്നിങ്ങനെയാണ് കുമരകത്തെ കക്ഷിനില. രണ്ടാം വാർഡിൽ നിന്നും ജയിച്ച സ്വതന്ത്രൻ AP ഗോപിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് അംഗം സലിമ ശിവാത്മജൻ നിർദ്ദേശിച്ചു. ഇതിനെ BJP അംഗം PK സേതു പിന്താങ്ങി. വോട്ടെടുപ്പിലും 3 BJP അംഗങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചു. ഇതോടെ 8 വോട്ടുകൾ നേടി ഇരുവിഭാഗവും തുല്യതയിലെത്തി. തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് AP ഗോപിയെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരോപണത്തിലൊരു കഥയില്ല, എനിക്കത് സ്വീകരിക്കേണ്ട കാര്യമില്ല. അവരുടെ ആരോപണം. ഞാൻ സ്വതന്ത്രനാണ്, BJP പിന്തുണ വന്നു, CPM ആരെങ്കിലും പിന്തുണ വന്നാൽ അതും സ്വീകരിക്കും, UDF പിന്തുണ വന്നാൽ അതും സ്വീകരിച്ചു. പിന്തുണ വന്ന കാരണം അവർ സ്ഥാനത്ത് നിർത്തിയില്ല, സ്വതന്ത്രനായിട്ട് തന്നെ. പക്ഷേ വിജയിച്ചതിന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങളിൽ UDF ജനപ്രതിനിധികൾക്കൊപ്പമാണല്ലോ പങ്കെടുത്തത്. UDF സ്വതന്ത്രനായാണ് ഗോപി ജയിച്ചതെന്നും BJPയുമായുള്ള രഹസ്യ കൂട്ടുകെട്ടാണ് പരസ്യമായതെന്നും CPM ആരോപിച്ചു. ഏത് കക്ഷിയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, ഏത് വർഗീയ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് എടുത്തുള്ളത്. ഇവിടെ ഇപ്പോൾ പറയുന്നത് സ്വതന്ത്രനാണെന്നാണ്. സ്വതന്ത്രനാണെങ്കിൽ എങ്ങനെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിൻ്റെ കൂട്ടത്തിൽ ഈ സ്വതന്ത്രൻ എങ്ങനെ കയറി പര്യടനം നടത്തും? ഒറ്റയ്ക്ക് പോയി പര്യടനം നടത്തണ്ടേ? ഒറ്റയ്ക്ക് പോയി വോട്ട് പിടിക്കണ്ടേ? നന്ദി പ്രകടനത്തിന് വന്നപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഇദ്ദേഹം നന്ദി അർപ്പിച്ച നാട്ടിലെ ജനങ്ങൾക്ക്. AP ഗോപി മത്സരിച്ച രണ്ടാം വാർഡിൽ UDFന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. UDF പിന്തുണ ഗോപിക്കായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം UDF നേതാക്കൾക്കൊപ്പമാണ് ഗോപി ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.